നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമണായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇയർ ബാലൻസ്. ഞാൻ ആദ്യമായിട്ട് ഇയർ ബാലൻസ് പറയുന്നത് കേൾക്കുന്നത് ഞാൻ ന്യൂറോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ വന്നപ്പോഴാണ്. അന്ന് എനിക്കിത് എന്താണ് സംഭവം, രോഗി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെയാണ് മനസ്സിലായത് BPPV എന്ന് പറയുന്ന ഒരു ന്യൂറോളജി അസുഖത്തെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഇയർ ബാലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇയർ ബാലൻസ് അല്ലെങ്കിൽ BPPV? നമുക്ക് തല അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞിട്ട് നിവരുമ്പോൾ കട്ടിലിൽ കിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പെട്ടെന്ന് തിരിഞ്ഞാൽ ആ സമയത്ത് മുറിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത് പോലെ ഉള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുക. ചില രോഗികൾക്ക് അവരെ എടുത്തെറിയുന്നത് പോലെയൊക്കെ തോന്നും. നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എടുത്തെറിയുന്നു, മുറിയെല്ലാം ഭൂമിയെല്ലാം ചുറ്റും കറങ്ങുന്നു. ഈ അസ്വസ്ഥത ഒരു മിനിറ്റിൽ താഴെ നിൽക്കുകയുള്ളൂ. ചില ആൾക്കാർക്ക് 15 സെക്കൻഡ് 20 സെക്കൻഡൊക്കെ. തല അനക്കാതെ വെച്ചാൽ അവിടെ അങ്ങ് നിൽക്കും. അതിനുശേഷം വീണ്ടും തല അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിച്ചാൽ പിന്നെ എല്ലാം ചുറ്റിക്കറങ്ങാൻ തുടങ്ങും. ഈ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അകാരണമായി ഒത്തിരി രോഗികൾ അങ്ങ് വേർക്കും. പലരും ഛർദ്ദിക്കും. പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, പ്രഷർ ക്രമാതീതമായി പൊങ്ങുക, ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ തലകറക്കത്തിൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായ ഒരവസ്ഥയാണ് തലകറക്കം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇയർ ബാലൻസ് ഉണ്ടാകുന്നത്? നമ്മുടെ തലച്ചോറിൽ നിന്ന് കേൾവി, ബാലൻസ് രണ്ടും കൈകാര്യം ചെയ്യാൻ പോകുന്ന ഞരമ്പാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് അല്ലെങ്കിൽ 8th നെർവ്. ഈ ഞരമ്പ് തലച്ചോറിൽ നിന്ന് ചെവിയുടെ ഉള്ളിലേക്ക് ചെല്ലും. ചെവിയിൽ ഇന്നർ ഇയർ എന്ന് പറയുന്ന ഭാഗത്താണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഉള്ളത്. ഈ സ്ഥലത്ത് ചില കല്ലുകളുണ്ട്. ഈ കല്ലുകൾ നമ്മുടെ ബാലൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയായിട്ടുള്ള ചില കനാലുകളുടെ ഉള്ളിലേക്ക് വീണുമ്പോൾ ഉണ്ടാവുന്ന അസുഖമാണ് ഈ BPPV. അപ്പോൾ ഈ കല്ല് നമ്മൾ വലതുവശത്തേക്ക് ചരിച്ചാൽ, അല്ലെ മുകളിലേക്ക് ചരിച്ചാൽ, അല്ലെ താഴോട്ട് നോക്കിയാൽ ശരീരത്തിനെ ബാലൻസ് ചെയ്യുന്നതിനുള്ള കനാലുകളാണ് സെമി സർക്കുലാർ കനാൽസ്. സ്ഥാനം തെറ്റി ഈ കാൽഷ്യം ക്രിസ്റ്റൽസ്, ഓട്ടോലിത്സ് എന്ന് പറയുന്ന ഈ ക്രിസ്റ്റൽസ് ഈ കനാലിൻ്റെ അകത്തോട്ട് വീണാൽ പിന്നെ തല അനക്കുമ്പോൾ ഈ കനാലിൻ്റെ അകത്ത് ഈ ക്രിസ്റ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീങ്ങും. അത് നീങ്ങി ഒരു സ്ഥലത്ത് വന്ന് അടിയുന്നത് വരെ മുറിയെല്ലാം ചുറ്റിക്കറങ്ങും. പിന്നെ തല അനക്കുമ്പോൾ കനാലിൻ്റെ അകത്ത് അത് വീണ്ടും നീങ്ങും, വീണ്ടും തലകറക്കം ഉണ്ടാവും. അപ്പോൾ വരികയും പോവുകയും ചെയ്യുന്ന, ഒരു മിനിറ്റിൽ താഴെ നിൽക്കുന്ന, തലയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന തലകറക്കമാണ് സാധാരണ ഇയർ ബാലൻസിൽ ഉണ്ടാകുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇയർ ബാലൻസ് ഉണ്ടാവാറുള്ളത്? പലപ്പോഴും ഒരു 50 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ആൾക്കാരിലാണ് ഇയർ ബാലൻസിൻ്റെ അല്ലെങ്കിൽ BPPVയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. മിക്കപ്പോഴും ഉറക്കമൊക്കെ ശരിയാവാതെ കട്ടിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തിരിയുമ്പോൾ പെട്ടെന്നൊരു തലകറക്കത്തോടെയാണ് രോഗികൾ വരിക. തലയിടിച്ച് അപകടം ഉണ്ടായാൽ അതിനുശേഷം ഒത്തിരി ആൾക്കാർക്ക് ഈ ക്രിസ്റ്റൽസിൻ്റെ, ഓട്ടോലിത്സിൻ്റെ സ്ഥാനം തെറ്റുന്നത് കൊണ്ട് തലകറക്കം വരാറുണ്ട്. ഇയർ ബാലൻസ് എന്ന് ചിന്തിച്ച് നമ്മൾ എല്ലാ തലകറക്കത്തിനെയും നിസാരവൽക്കരിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ BPPV അല്ലെങ്കിൽ ഇയർ ബാലൻസ് എന്ന് പറയുന്ന പ്രശ്നമുള്ള രോഗികൾക്ക് ഒരിക്കലും കേൾവിക്കുറവ് ഉണ്ടാവില്ല, ചെവിയിൽ മൂളൽ ഉണ്ടാവുകയില്ല, ചെവി അടഞ്ഞ പോലെയുള്ള തോന്നൽ ഉണ്ടാവുകയില്ല. ഈ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെവിയുടെ ഞരമ്പിന് ഡാമേജ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പിന്നെ തലച്ചോറിലെ മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, തലവേദന, സംസാരത്തിന് കുഴച്ചിൽ, രണ്ടായി കാണുക, ഭക്ഷണം വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ട്, കൈക്കോ കാലിനോ ബലക്കുറവ്, തലകറക്കം ഇല്ലാത്ത സമയത്ത് ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ വേച്ചു പോവുക, ദേഹത്ത് മരവിപ്പ്, ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തലകറക്കം തലച്ചോറിൻ്റെ ഉള്ളിലെ ക്ലോട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള രോഗത്തിൻ്റെ ലക്ഷണമാകാം.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇയർ ബാലൻസ് എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ BPPV എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് വെച്ചോ ഒരു സ്കാൻ ചെയ്തോ ഇന്നതാണ് രോഗം എന്ന് പറയാവുന്ന ഒരു അസുഖം അല്ല BPPV. രോഗിയുടെ ലക്ഷണം അതുമായി ഒത്തുപോകുന്നുണ്ടോ? അങ്ങനെയുള്ള രോഗികളെ പൊസിഷൻ ടെസ്റ്റിങ്ങിലൂടെയാണ് നമ്മൾ BPPV ആണോ എന്ന് മനസ്സിലാക്കുന്നത്. രോഗിയെ കട്ടിലിലേക്ക് പിടിച്ചിരുത്തി തലയൊരു വശത്തേക്ക് ചെരിച്ചിട്ട് കിടത്തുമ്പോൾ ആ സമയത്ത് തല കറങ്ങുന്നത് പോലെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുന്ന പൊസിഷൻ ടെസ്റ്റിംഗ്. ഏറ്റവും കോമൺ ആയി ചെയ്യുന്ന ടെസ്റ്റിനാണ് ഡിക്സ് ഹോൾപൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തലകറക്കം ഉണ്ടായാൽ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു മനൂവറാണ് എപ്ലീസ് മനൂവർ. നല്ല രീതിയിൽ ചെയ്താൽ മിക്കപ്പോഴും തലകറക്കം ആ ഒരു പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ മാറിപ്പോയേക്കാം. ചില രോഗികൾക്ക് ഒന്നിൽ കൂടുതൽ തവണ കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ എപ്ലീസ് മനൂവർ ഒക്കെ ചെയ്ത് തലകറക്കത്തിനെ മാറ്റാൻ സാധിക്കും. ഒരു പ്രാവശ്യം ചികിത്സിച്ച് മാറിക്കഴിഞ്ഞ രോഗികൾക്ക് ഈ ഇയർ ബാലൻസ് അല്ലെങ്കിൽ BPPV വീണ്ടും വരാമോ? തീർച്ചയായിട്ടും വരാം. കാര്യം ഇതിൻ്റെ രോഗകാരണം ഈ ചെവിയുടെ ഉള്ളിലുള്ള ഈ ഓട്ടോലിത്ത് എന്ന് പറയുന്നത് സ്ഥാനം തെറ്റി ഈ കനാലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നതായതുകൊണ്ട് പെട്ടെന്നുള്ള വെട്ടിത്തിരിയലോ പെട്ടെന്ന് കുനിഞ്ഞു നിവരുകയോ തല എവിടെയെങ്കിലും ഇടിക്കുകയോ തട്ടുകയോ ചെയ്താൽ ഇത് വന്ന രോഗികൾക്ക് വീണ്ടും ചിലപ്പോഴൊക്കെ ഇത് ഉണ്ടാകുന്നതായി കാണാറുണ്ട്. അത് വരാതിരിക്കാൻ വളരെ പെട്ടെന്നുള്ള കുനികലും നിവരലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തിരിയലും ഒക്കെ ഒഴിവാക്കുകയും നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള വഴികൾ സ്വീകരിക്കുകയും കുറച്ച് വെസ്റ്റിബുലാർ എക്സർസൈസസ്, ഉദാഹരണത്തിന് ബ്രാൻഡ് ഡാരോഫ് എക്സർസൈസസ് എന്നൊക്കെ പറഞ്ഞുള്ള എക്സർസൈസ് സ്ഥിരമായി ചെയ്യുന്നത് ഒരു പരിധി വരെയൊക്കെ ഈ BPPV അല്ലെങ്കിൽ ഇയർ ബാലൻസ് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ സഹായിക്കാറുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇയർ ബാലൻസ് എന്ന് പറയുമ്പോഴും ഇത് ശരിക്കുമുള്ള ഒരു ടേം അല്ലല്ലോ, ഇത് പറയുന്നതിന് ബാക്കി ന്യൂറോളജിസ്റ്റുമാർ എന്നെ ഓടിക്കുമല്ലോ എന്ന ചിന്തയും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പറഞ്ഞ തലകറക്കം വരുവാണെങ്കിൽ നിങ്ങളും പറയണം എനിക്ക് BPPV അല്ലെങ്കിൽ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ ആണ്. ഇയർ ബാലൻസ് എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.